ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവിന് 108 ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ജീവൻ നഷ്ടമായി. ട്രെയിനിൽ തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് യുവാവ് കുഴഞ്ഞു വീണത്. ചാലക്കുടി മാരാംകോട് സ്വദേശി 26 വയസ്സുള്ള ശ്രീജിത്താണ് മരിച്ചത്. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയ യുവാവിനെ അരമണിക്കൂറോളം നേരം പ്ലാറ്റ്ഫോമിൽ കിടത്തി. അരമണിക്കൂർ നേരം ആംബുലൻസ് കിട്ടാതെ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിച്ചു. സാനു ചേരുന്നു വിവരങ്ങളുമായി. സാനു, പറയൂ, എന്തായിരുന്നു സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഇറക്കിയ യുവാവിനാണ് ഈ 108 ആംബുലൻസ് കൃത്യമായിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് മുളങ്കുന്നത്തുകാവിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൃത്യം 5 മിനിറ്റ് പോലുമില്ല. എന്നിട്ട് പോലും കൃത്യസമയത്ത് ആംബുലൻസ് എത്താതെ അരമണിക്കൂർ യുവാവ് കടന്നതിനെ തുടർന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നതിനെ തുടർന്നാണ് യുവാവിന്റെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. അതായത് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ടപ്പോൾ മുതൽ യുവാവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയതാണ്. എന്നാൽ കൃത്യമായിട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാതെ വന്നതോടെ അരമണിക്കൂറിലധികം യുവാവ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കടക്കുന്നു. കൃത്യമായിട്ട് ആംബുലൻസ് ലഭിക്കുന്നില്ല. അരമണിക്കൂറിലധികം പ്ലാറ്റ്ഫോമിൽ കിടന്ന ശേഷമാണ് യുവാവിന്റെ ജീവൻ നഷ്ടമാകുന്നത്. അതായത് ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് 3 സെക്കൻഡ് മുൻപ് വരെ യുവാവിന്റെ ഹൃദയം ഇടിച്ചിരുന്നു. എന്നാൽ ആംബുലൻസിൽ കയറ്റിയ ശേഷമാണ് യുവാവിന്റെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. എന്തായാലും ഇത് വലിയൊരു പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. റെയിൽവേയുടെ ഭാഗത്തുനിന്നും ചില അനാസ്ഥകൾ ഇതിൽ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവിന് 108 ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ജീവൻ നഷ്ടമായി. തൃശൂരിലാണ് സംഭവം. സാനുവാണ് വിവരങ്ങൾ നൽകിയത്.